വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ വീക്ക് പോയ പോലെ തന്നെ ഇന്ന് ഒരു നോമ്പുറണ്ട്. അപ്പോൾ ആ ഒരു നോമ്പുറയ്ക്ക് വേണ്ടി വന്നതാണ്. ഇന്ന് തന്നെ ബോട്ടിൽ തന്നെയാണ്. ഈ ബോട്ടിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരു ജന്നത്ത് എന്ന ടീമിൻ്റെ ഒരു ബോട്ടാണ് ഇത് വരുന്നത്. ഇത് വന്ന് അൽസീഫിലാണ് ഈ ബോട്ട്. പിന്നെ ഇന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നല്ല. അതിൽ ഞാനും മുബൈസും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ വേറെ കുറേ കൂട്ടുകാരുണ്ട്, അവരൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും ടോപ്പിലാണ്. ഇത് ഒരു 3 ഫ്ലോർ ആയിട്ടാണ് ഈ ബോട്ട് വരുന്നത്. ആദ്യം ഈ ഒരു ഈ ഒരു ഫ്ലോർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ മേലെ ഒന്ന്, പിന്നെ മൂന്നാമത്തെ ചെറിയൊരു ബോട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ള ചെറിയൊരു ഫ്ലോറാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങൾ മൊത്തം ഒരു 16 പേരുണ്ട്. അപ്പോൾ നോമ്പ് തുറന്നു. ഇവിടെ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം. അവിടെ കുറച്ച് ആൾക്കാർ നിസ്കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ റെഡി ആവണുള്ളൂ. ബോട്ട് ഇപ്പോൾ ക്രൂയിസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമുക്ക് മേലെ പോയി നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ പൊരിച്ച കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. കുറച്ച് ലൈറ്റാണ് സാധനം വരും. എന്താണ് ഇതില് കുറച്ചിട്ടോ ഇതാവൂടാ. കിട്ടും ഫ്രൂട്ട്സ് കിട്ടും. നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കി എന്തൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ താഴോട്ടുണ്ട്. അപ്പം താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് VIP കയറിയ കൂട്ട ആരാണ്. ഇത് VIP ബെഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താമസിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു മജ്ലിസ് ലുക്കിലാണ് VIP ഏരിയ വരെ കൊടുത്തിട്ടുള്ളത്. സംഭവം കൊള്ള. പക്ഷെ ആരുമില്ല, കാലിയൊക്കെ എടുക്കണം. അത് ഏറ്റവും താഴത്താണ് വരുന്നത്. അപ്പം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ക്രൂയിസ് ഉള്ളത്. സംഭവം കൊള്ളാം, അടിപൊളി. ഈ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ ടീമിൻ്റെ പേര്, ജന്നത്ത് ടൂർസ്. ഇതൊരു ഹാളാണ് വരുന്നത്. നമുക്കിൻ്റെ മേലോട്ട് പോയൊക്കെ ഇവിടെയും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിൽ വരുന്നത് ഒരാളവിടെ നിന്ന് ടാറ്റ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടപ്പോൾ ആകെ ഹാപ്പിയായി. ഇതിൻ്റെ 3ാമത്തെ ഫ്ലോർ വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ചൈനീസ് ആൾക്കാരുള്ളത് ഇവിടെയൊക്കെ. പിന്നെ നമ്മളുള്ളതിൻ്റെ മേലെയാണ്. പോയി നോക്കാം. എല്ലാവരും നമ്മളെ ഫ്രണ്ട്സാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. കൂടുതലും ചൈനീസുകാരാണ് ഉള്ളത് ഇവിടെ. നോക്കിയാൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ബോട്ട് എടുത്ത് ഇനി മൊത്തത് ഒരു 2 മണിക്കൂർ മൊത്തം ഇവിടെ കറങ്ങും. എന്നിട്ടാണ് ഇവിടെ തിരിച്ച് ഇവിടെ നമ്മൾ എടുത്തോടെ തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ ഫുഡും കാര്യങ്ങളും എല്ലാതും കഴിച്ച് സെറ്റാവും. ഏതാ ഇരുത്തോ നമ്മളെ പൂഞ്ഞിക്കര ഉണ്ട്.
അപ്പോൾ അതാണ് സംഭവം. പ്രോട്ടീന് കാരണം സപ്ലിമെൻറ്റ് എന്ത് വേണമെങ്കിലും ചെക്കനെ കോൺടാക്ട് ചെയ്താൽ മതി. റിഫാസ് 25% ഓഫിൽ എനിക്ക് സാധനം എത്തിച്ചേരും. റിഫാസേ ഞങ്ങളവിടെ കുറേ നേരം വെള്ളത്തിനൊക്കെ വെയിറ്റ് ചെയ്യണേ. പക്ഷെ അവിടെ പോയിട്ട് വെള്ളം കയറി എടുത്തു വിടുന്നു. ഇവിടെ ഒരുപാട് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കിൽ സംഭവം അടിപൊളി. നമുക്ക് ഈ വെള്ളം കാണിച്ചിട്ട് ബാക്കിയുള്ള പിള്ളേരൊക്കെ നമുക്ക് കൊതിപ്പിക്കാൻ പോയാ കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ വന്ന് ഇത് പിടിച്ചാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇതിന്റെ ഈ മേൽഭാഗം അവിടെ തട്ടുമില്ല എന്നുള്ളത്. നമുക്ക് കണ്ടറിയാം തട്ടുമില്ല. അത് പോടാ താഴെപ്പാലം വന്ന പുതിയ ഇല്ലട്ടാ. നമ്മളിവിടെ ഒരു നൂൽ സേവക്ക് തട്ടാതെ പോയി. അപ്പോൾ നമ്മളെ ബോട്ട് തിരിച്ചു തുടങ്ങിയിട്ട് ഇവിടെ വന്ന് ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിനു ശേഷം സാധനം ഇപ്പോൾ ഇരിക്കാനല്ലേ തിരിക്കണതാണോന്ന് ചോദിച്ചാൽ തിരിക്കണതല്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകണം. അടിച്ചിട്ട് കുറേ എന്താ അവസ്ഥ? പ്രോട്ടീൻ ആട്ടെ കള്ളപ്പന്നി നല്ലപോലെ പറയണ നല്ലപോലെ അതെ പറഞ്ഞു ബ്ലോഗ് ചെയ്യാനാണ് പറഞ്ഞോ. പ്രോട്ടീൻ തരാം. എന്താ വേണ്ടത്? പ്രോട്ടീൻ ഫ്രീ ആയിട്ട് തരാം എല്ലാവരും. നാളെ ലൊക്കേഷൻ അയക്ക്. നാളെ തന്നെ വരാം. ലൊക്കേഷൻ പറഞ്ഞു തുടങ്ങി. വാപ്പാന്റെ കട കൊണ്ട് കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടും. പിള്ളേരാണല്ലോ. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അപ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി കൂടി കിട്ടിയിട്ടുണ്ട്. ഏതൊരു ചെറിയ കുട്ടീൻ്റെ ആരുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന അതും കിട്ടി. സംഭവം അടിപൊളി. അത് കാണാൻ പറ്റും. യാദർശികമായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റി. ഈ ബോട്ടിൽ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ചൈനയിൽ നിന്ന്. അപ്പോൾ അതിൽ പെട്ട ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ ഈ ബോട്ടിൽ വെച്ച് അവർ ആഘോഷിച്ചാണ്. അതിലും കേക്കൊന്നും കിട്ടിയില്ല, നിലയിലൊക്കെ വന്ന് ചുറ്റുവട്ടത്ത് നിന്ന് പങ്കെടുക്കാൻ പറ്റി. സന്തോഷമുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ബോട്ട് ഞാൻ തിരിച്ച് മേലേക്കന്നെ വന്ന് ബോട്ട് തിരിച്ചിട്ടുണ്ട്. വന്നോടത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ കണ്ട ബ്രിഡ്ജാണ് ആ കാണുന്നത്. പാണ്ടൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വഴികളൊക്കെ കാണാം. നമ്മൾ ഭക്ഷണം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരത്തെ കാത്തിനു ശേഷം വീണ്ടും സമൂസ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ബെസ്റ്റൊന്നും അറിയില്ല. അടിപൊളി സമൂസ. ഘട്ടങ്ങളായിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. Nafi, how's your food? All good? Chapati പരിപ്പ് കറി. മോളി ഒരു
ടൈം കുറച്ച് മാറ്റിയേക്കണമെന്നുള്ളൂ. 100 രൂപ എന്തായാലും മാറ്റിയേക്കും. അതൊക്കെ വളരെ അറിയാം. മറൈൻ കൊളാജന് ജോയിന്റ് സപ്പോർട്ട് അങ്ങനെയൊക്കെയുണ്ട്. ജോയിന്റ് സപ്പോർട്ട് കൊറേ നേരം നോക്കിന്ന് തരണം കാണില്ല. പിന്നെ പണിക്കാരന്റെ പടമൊക്കെ ഇങ്ങനെ ആയിട്ട് ടിഷ്യൂ എടുത്ത് തുടക്കം ചെയ്തു. അതൊരു പണിക്കാരനാട്ടോ. ചെറിയ കുട്ടികളെ പേടിപ്പിച്ച് പറഞ്ഞേക്കണേ അൻസാറ്. ചക്കര വേണ്ടല്ല, കേക്ക് മേടിക്കാതെയോ. പരിപാടി വേറെ ലെവല്. വേറെ അടുത്തൊരു ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ട്. അടുത്ത ടീം കേക്ക് കുടിച്ചോണ്ടിരിക്കുന്ന താഴത്ത് നമുക്ക് കാണാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ നോമ്പറ വേറെ ലെവലായി. 2 കുട്ടികളെ ബർത്ത്ഡേ പാർട്ടിയില് പങ്കെടുക്കാൻ പറ്റി. അതേമാതിരി അല്ല, കുറെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിന്ന്. സംഭവം അടിപൊളി. ഇന്നത്തെ പോയിട്ടുള്ള കേക്ക് എടുക്കാന് ചെല്ലടാ ചെല്ല്. കൈയിട്ട് വാരി തന്നിട്ടില്ലെങ്കിൽ കൈയിട്ട് വാരിക്കോ. അവര് കല്ലാളി കൊടുത്ത് നമുക്ക് മാത്രം കേക്ക് തന്നെ. ഞങ്ങൾ വീണ്ടും ആ പ്രതീക്ഷ കൈവിടാതെ കേക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങള് അൻസാറേ സാധനം എടുക്ക്. കൈയിട്ട് വാരിക്കോ. കേക്കോടെ എല്ലാരും കൊടുക്കുന്നുണ്ട്. നമുക്കവിടെ കൊടുന്നതിനുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങള് കുറച്ച് ആൾക്കാരോട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങളവിടെ പോയപ്പോ ഞങ്ങക്ക് തരില്ല പറഞ്ഞു.